Hello friends, welcome to Amma's recipe. Today's special ഒരു eggless soft and fluffy ആയിട്ടുള്ള ഒരു ബ്രെഡ് ആണ്. ഇത് നമ്മൾ ഓവൻ ഇല്ലാതെയാണ് ചെയ്യുന്നത്. നമുക്ക് ഇതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് കാണാം. ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത് 4 കപ്പ് മൈദയാണ്, 4 ടേബിൾ സ്പൂൺ ഷുഗർ, 1.5 ടേബിൾ സ്പൂൺ ഈസ്റ്റ്, 1/2 ടീസ്പൂൺ സോൾട്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യം നമ്മുടെ മാവ് കുഴച്ചെടുക്കാൻ ആവശ്യമായ വെള്ളമാണ്. വെള്ളം നമ്മൾ എടുക്കുമ്പോൾ ഇളം ചൂടുള്ള വെള്ളം മാത്രമേ എടുക്കാവൂ. എങ്കിൽ മാത്രമേ നമ്മുടെ ഈസ്റ്റ് ആക്ടിവേറ്റ് ആകൂ. തിളച്ച വെള്ളം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈസ്റ്റ് ഡീആക്ടിവേറ്റ് ആകുകയും നമ്മുടെ മാവ് പൊങ്ങി വരാതിരിക്കുകയും ചെയ്യും. കുറച്ചായി വെള്ളം ഒഴിച്ചു കൊടുത്ത് മാവ് ഒന്ന് നന്നായി കുഴച്ചെടുക്കാം. മാവ് നല്ല സ്മൂത്ത് ആകുന്നത് വരെ കുഴച്ചെടുക്കണം. ഇപ്പോൾ നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 4 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. വീണ്ടും നമുക്ക് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. മാവ് നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിരിക്കണം. ഈ നമ്മുടെ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഉള്ള കൺസിസ്റ്റൻസിയേക്കാൾ കുറച്ച് ലൂസ് ആയിരിക്കണം നമ്മുടെ മാവ്. ഇനി ഈ മാവ് നമുക്കൊന്ന് ടക്കിൻ ചെയ്ത് കൊടുക്കാം. നന്നായി ടക്കിൻ ചെയ്ത മാവിനെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ ഓയിൽ ഇതിൻ്റെ പുറത്ത് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് റബ്ബ് ചെയ്യാം. നമുക്ക് മാവിൻ്റെ പുറത്തും പാത്രത്തിൻ്റെ സൈഡിലുമൊക്കെ നന്നായി റബ്ബ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് കവർ ചെയ്ത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം, ഡബിൾ സൈസ് ആകുന്നത് വരെ. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞു. മാവ് നല്ല ഡബിൾ സൈസായി വന്നിട്ടുണ്ട്. നമ്മൾ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നന്നായി എയർ ടൈറ്റായിട്ട് വേണം നമ്മൾ കവർ ചെയ്ത് വെക്കാൻ. എങ്കിൽ മാത്രമേ നല്ലോണം പൊങ്ങത്തുള്ളൂ മാവ്. ഇനി നമുക്കത് വീണ്ടും ഒന്ന് കുഴച്ചെടുക്കാം. എന്നിട്ട് നന്നായി മാവ് കുഴച്ച ശേഷം നമുക്കിനി ഇതൊന്ന് ബോൾസ് ആക്കി മാറ്റാം. ബോൾസ് ആക്കി മാറ്റുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ടക്കിൻ ചെയ്തിട്ട് വേണം ബോൾസ് ആക്കാനായിട്ട്. നിങ്ങൾക്ക് എത്ര വലിപ്പത്തിലാണോ വേണ്ടത് അത്ര വലിപ്പത്തിൽ ബോൾസ് ആക്കാം. എല്ലാം ബോൾസ് ആക്കി വെച്ച ശേഷം ഒരു പാത്രം എടുത്ത് അതിലേക്ക് നമുക്ക് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബോൾസ് എല്ലാം മാറ്റാം. നിങ്ങൾക്കിനി ഇതുപോലത്തെ നോൺ സ്റ്റിക്ക് പാത്രം ഇല്ല എങ്കിൽ ഇതേപോലെ ഷേപ്പിലുള്ള ഏത് പാത്രം വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. അടി കട്ടിയുള്ള പാത്രമാണോ എന്ന് മാത്രമേ നിർബന്ധമുള്ളൂ. ബോൾസ് എല്ലാം വെച്ച ശേഷം നമുക്കിനി ഇതൊന്ന് അടച്ച് 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബോൾസ് ഒന്നുകൂടി ഒന്ന് വീർത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് ഒരു ബ്രഷ് ഉപയോഗിച്ച് ഇതിൻ്റെ മുകളിലായി നന്നായി ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം വെള്ളം. ഇങ്ങനെ എല്ലാ ബോൾസിൻ്റെ മുകളിലായി ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ബ്രെഡ് ഡ്രൈ ആയി പോകാതിരിക്കാനായിട്ടാണ്. ഇനി ഇതൊന്ന് അടച്ചു വെക്കാം. അതിനുശേഷം അടി കട്ടിയുള്ള ഒരു തവ 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ചൂടാക്കണം. 5 മിനിറ്റിന് ശേഷം നമ്മുടെ ബോൾസ് റെഡിയാക്കിയിരിക്കുന്ന പാത്രം തവയിലേക്ക് വെച്ച് 25 to 30 മിനിറ്റ്സ് നമുക്ക് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം. 25 മിനിറ്റ്സ് കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ബ്രെഡ് റെഡി ആയിട്ടുണ്ട്. ഇത് ഇനി ഇറക്കി വെച്ച ശേഷം താഴെ വെച്ചിരിക്കുന്ന തവ എടുത്ത് മുകളിൽ കമത്തി വെച്ച് 15 മിനിറ്റ് അടച്ചു വെക്കാം. നമ്മുടെ സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുള്ള ഹോം മെയ്ഡ് ബ്രെഡ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ ഇടാനും മറക്കരുത്. ഇതെല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു റെസിപ്പിയാണ്. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. താങ്ക് യു ഫോർ വാച്ചിങ്.